ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിനെ തിരക്കി വസുന്ധരയും പാറുവും നിധിയും ഗോപിയും അതുപോലെ തന്നെ പ്രണവും എല്ലാവരും ഒന്നിടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ശിവാനിയാണെങ്കിൽ വളരെ സന്തോഷവതിയാണ്. തനിക്ക് ഇത്രയും വലിയ സന്തോഷം കിട്ടാനുള്ള ആ ഒരു സന്തോഷത്തിലായിരിക്കട്ടെ ശിവാനി. അങ്ങനെ ശിവാനി തൻ്റെ അമ്മയോട് കാര്യങ്ങൾ ചെന്ന് പറയണേ, ഇനി ഞാൻ പണക്കാരിയാവാൻ പോകുന്നുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ശിവാനി എല്ലാ സത്യങ്ങളും തൻ്റെ അമ്മയോട് പറയണം. അപ്പം എന്താടി നീ ഇപ്പോഴേ പണക്കാരിയാണല്ലോ, പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ചെന്ന് ചോദിക്കുമ്പോൾ ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ആകെ ചുറ്റിപ്പോവാണ്. ഈശ്വര, നീ എന്തായി പറയുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം അത് തന്നെ അമ്മേ. ഇനി അവന് വന്നില്ല എങ്കിൽ എൻ്റെ പ്രണവാണ് എല്ലാത്തിനും സ്വത്തിനുടമ. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നിധി എന്നേക്കുമായി ആ വീട് വിട്ടിറങ്ങുകയും ചെയ്യുമെന്നുള്ള സത്യമൊക്കെ വെളിപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന രേണുകൾക്കാണെങ്കിലോ ഇത്രയും വലിയൊരു ആയുധം നിൻ്റെ കയ്യിൽ കിട്ടിയിട്ടാണ് എടി നീ ഇങ്ങനെ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നിധിയാണ് കാണിക്കുന്നത്. നിധി തൻ്റെ ഗൗതമിൻ്റെ ഫ്രണ്ടായ ഒരാൾക്ക് വിളിക്കുന്നുണ്ട്. ഗൗതം അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വന്നിട്ടില്ലെന്ന് പറയണേ. എന്നാൽ വസുന്ധരയാണെങ്കിൽ പൊട്ടി കരയാണ്. തൻ്റെ മകനെ കിട്ടിയില്ലെങ്കിൽ എന്തായാലും ശിവാനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. പ്രണവാണെങ്കിൽ ഏട്ടനോടുള്ള സ്നേഹം കൂടിയെന്ന അർത്ഥത്തിൽ ഇങ്ങനെ ഇതാക്കുന്നു കേട്ടോ. പിന്നീട് പാറുവിനെയാണ് കാണിക്കുന്നത്. പാറു വീട്ടിലെത്തിയിരിക്കുകയാണ്. പൂജാമുറിയിൽ കയറി ദൈവങ്ങളുടെ മുന്നിൽ നോക്കി പൊട്ടിക്കരയാണ് കേട്ടോ. ഈശ്വര, എൻ്റെ പൊന്നു മോനെ ഞാൻ മകനായാണല്ലോ വളർത്തിയത്. അവന് യാതൊരു കുറച്ചിലും ഞാൻ കൊടുത്തിട്ടില്ല. 30 വർഷം എൻ്റെ മോനായി വളർത്തി. എന്നാൽ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറിക്കൂടിയാണ് ഈ പേടി. ആ പേടി പോലെ തന്നെ സംഭവിച്ച എൻ്റെ മകൻ എന്നെ വിട്ടുപോയി. ഈശ്വര, അവൻ വന്നില്ല എങ്കിൽ ഈ പൂജാമുറി തലതല്ലി ചാവും ഞാൻ. അത്രയേ ഉള്ളൂ. എൻ്റെ ഈശ്വരന്മാർ എന്നെ കൈവിട്ടു എന്ന അർത്ഥം. ഏത് സമയം സദാസമയം ഈ പൂജാമുറിയിൽ കയറി മാല കെട്ടിയും വിളക്ക് കൊടുത്തും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്നെ എന്താ ഇത്രയും കൈവിട്ട് കളഞ്ഞത്? എന്നെ എന്തിനാ അങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പാറ പൊട്ടിക്കരയുമ്പോൾ ഇപ്പുറത്ത് നിർമ്മലയാണ് കാണിക്കുന്നത്. നിർമ്മലയാണെങ്കിലും തൻ്റെ ആ ഒരു കിച്ചണിൽ കയറിയിട്ട്, മോനെ ഞാൻ നിന്നെ പ്രസവിച്ചു എന്നുള്ള സത്യം, 10 മാസം നിന്നെ ഈ ഉദരത്തിലിട്ടു, നിന്നെ ഞാൻ പ്രസവിച്ചു. പക്ഷേ ഒരു ഭാരം പോലെ നിന്നെ ഞാൻ ഒരു തൊഴുത്തിലോട്ട് എറിയുന്നത് പോലെ നിന്നെ അനാഥാലയത്തിലിട്ട് എറിഞ്ഞു പോയ പാമ്പിയായ അമ്മയാണ്. പക്ഷേ നീ എന്ന് വെച്ചാൽ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു. കാലം എന്നെ തെളിയിച്ചു തന്നു. 30 വർഷം വേണ്ടി വന്നു. എന്നാൽ 30 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പൊന്നു മോൻ്റെ തലവുടൽ കിട്ടാൻ വേണ്ടി ഞാൻ ഓടി വന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് കാണിച്ചതെന്ത്? എന്നെ വിട്ടുപോയിരിക്കുന്നു. ഈ അമ്മക്കത് താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നിധിയാണെങ്കിലോ, നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഗൗതം നീ എവിടെ പോയി കിടക്കുന്നു? എന്നെ കാണുന്നില്ലല്ലേ? നീ എവിടെ? നീ ഇല്ലാതെ ഞാൻ ആ വീട്ടിലോട്ട് തിരികെ പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം പഴയ ഒരു കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ. ഗൗതം പറഞ്ഞൊരു കാര്യം, അതായത് ഒരു അമ്പലനടയിലിരുന്ന് ഗൗതം ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നിധി വന്നിട്ട് പറയണ, ഗൗതം ഇനി നമുക്ക് പോവാം. അല്ല, ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കാളും വിലപ്പെട്ട സ്ഥലമാണ് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഈ സ്ഥലത്തിരുന്നാലാണ്. അത് കേൾക്കുന്ന നിധി അതെന്താണെന്ന് ചോദിക്കുകയാണ്. ഞാൻ നിന്നെ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എന്നും ശാന്തിയും സമാധാനവുമാണ്. മനസ്സിന് എന്നും സുഖമുള്ള കാര്യങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് കുറച്ചു നേരം കൂടി ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, അത് നിധിയെ അങ്ങനെ ഓർമ്മപ്പെടുത്താണ്. പിന്നീട് നിധി ആ അമ്പലത്തിൽ പോവാണ്. എന്നാൽ ഗൗതം ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഗൗതം അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അങ്ങനെ ഗൗതം അവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ സങ്കടങ്ങൾ തൻ്റെ ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ സമയം നിധി ആ അമ്പലത്തിൽ വന്നിറങ്ങുമ്പോൾ ഗൗതം അവിടെ നിന്നും ആ അമ്പലത്തിനെ ഇങ്ങനെ ചുറ്റിക്കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ദേവിയുടെ മുന്നിൽ പോയി ഗൗതം പറയാണ്, എൻ്റെ അച്ഛനാര്, എൻ്റെ അമ്മയാര്, എനിക്കതറിയണം. അവരാരെന്ന് എനിക്കറിയണം. എൻ്റെ പേരൻസിനെ എനിക്ക് കണ്ടെത്തണം. ഞാനൊരു അനാഥനാണെന്നുള്ള സത്യം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അതിനൊരു ആഗ്രഹം. ഈശ്വര, ദൈവം എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ഗൗതം പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ നിധി ആ അമ്പലനടയിൽ ആ ഒരു ഭാഗത്തോട്ട് എത്തുമ്പോൾ ഗൗതമിനെ കാണുന്നില്ല. അപ്പോഴേക്കും ഗൗതം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പെരുവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ നിധിയുടെ കണ്ണിൽ അത് കാണുന്നില്ല. നിധിയാണെങ്കിൽ പൊട്ടിക്കരയാണ്, എൻ്റെ ഗൗതം നീ എവിടെ? നീ ഇല്ലാതെ എനിക്ക് കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്ക ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്തെ ശിവാനി വളരെ സന്തോഷവതിയാണ്. ശിവാനിക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. തൻ്റെ ഈ സന്തോഷം ആരോടെങ്കിലും പങ്കുവെക്കണം. അത് എന്നും ചെയ്യാറുള്ളത് വസുന്ധരയുടെ ആണ്. പക്ഷേ വസുന്ധരയോടത് പറയുമ്പോൾ അത് പറ്റത്തില്ലല്ലോ, കടികയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശിവാനി നേരെ വിളിക്കുന്നത് CKCക്കാണ് കേട്ടോ. അങ്ങനെ CKCക്ക് വിളിക്കുകയാണ്. അപ്പോൾ CKC, എന്താ ശിവാനി, എൻ്റെ അങ്കിൾ വലിയ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ്. എന്ത് സന്തോഷം? അങ്കിളിനെയും കൂടി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയണം. അതെ അങ്കിൾ, ഗൗതമില്ലേ, ഗൗതം വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്താ നീ പറയുന്നത്? അവൻ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു, അവൻ തിരികെ വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അല്ല, ഇത് എന്നേക്കുമായി അവൻ്റെ പറച്ചിലാണ്. അവൻ്റെ ഭാര്യ നിധിയെ പോലും ഇവിടെ ഇട്ടിട്ടാണ് അവൻ പോയിരിക്കുന്നത്. എന്താ അതിന് മാത്രം പ്രശ്നം? എന്താണ് അവിടെ ഉണ്ടായത്? അപ്പോൾ ഉണ്ടായ സത്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇത് കേൾക്കുന്ന CKC ചോദിക്കുക, എന്ത് അവരൊരു
ദത്തുപുത്രനാണെന്നോ? അതെ, അവൻ ദത്തുപുത്രനാണ്. അവൻ ഈശ്വരമംഗലത്തെ അവകാശിയല്ല. അവൻ ഈ വീട്ടിലെ അംഗമല്ല. എൻ്റെ പ്രണവും യാമിനിയും മാത്രമാണ് ഇവിടുത്തെ അംഗം എന്നൊക്കെ പറയാനിട്ടോ. അത് കേൾക്കുന്ന ആഹാഹാ, എന്ത് നല്ലൊരു വാർത്തയാണ് നീ എൻ്റെ ചെവിയിൽ കേൾപ്പിച്ചു തന്നത്. ഇതെൻ്റെ മനസ്സിന് വല്ലാതെ കുളിരുന്നു. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത എനിക്ക് പെട്ടെന്ന് എല്ലാവരോടും പറയണമെന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ അങ്കിൾ, അങ്ങനെയല്ല, ചില കാര്യങ്ങളുണ്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ, അതെ, കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. കാരണം നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഒരു ഭാഗത്ത് സന്തോഷമുണ്ട്, പക്ഷെ വിചാരിക്കുന്ന പോലെയല്ല മറുഭാഗത്ത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെ, ഗൗതം ഈ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ ഗൗതമിനോട് എല്ലാവർക്കും വലിയ സ്നേഹം, അവനോട് അനുകമ്പ, സഹതാപം, സിമ്പതി, എന്തൊക്കെ വാക്കുകളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞിട്ട് അതെന്തിനു എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അനിയനുണ്ടല്ലോ, അതായത് എൻ്റെ ഭർത്താവ് മരങ്കോടെ, അവൻ പറയുകയാണ് അവൻ്റെ ഏട്ടൻ അവനക്ക് പ്രാണനാണ്, ഏട്ടൻ എൻ്റെ ദൈവമാണ് എന്നൊക്കെ എന്തൊക്കെയോ വാക്കുകൾ അവൻ തട്ടിക്കൂട്ടുമ്പോൾ, അപ്പോൾ വസുന്ധരയാണെങ്കിലോ അവരെൻ്റെ കരണത്തടിച്ചു, അവരെൻ്റെ ചിരിക്കടിച്ചു. എന്തിനെന്ന് പറയുമ്പോൾ അവർക്ക് സത്യം അറിയായിരുന്നു. അവർക്ക് അവരുടെ മകനാണ് ഏറ്റവും വലുത്. അവരുടെ മകനെ നോവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം പുറത്തു വീണു. അതുകൊണ്ട് തന്നെ അവരുടെ മകനെ തിരക്കി എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നവനും അതുപോലെ തന്നെ വസുന്ധരയും നിധിയും പാറുവും ഗോപിയും ഒക്കെ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയാനായിട്ട് ഇത് കേൾക്കുന്ന CKC, എന്താ നീ പറയുന്നത്? അതെ, ഞാൻ പറയുന്നത് തന്നെ. ഒരിക്കലും ഗൗതം ഇങ്ങോട്ടേക്ക് എത്താൻ പാടില്ല. ഗൗതമിനി ഇങ്ങോട്ടേക്ക് തിരികെ കയറരുത്. പാടില്ല എന്ന് നിൻ്റെത് മാത്രമല്ല എൻ്റെതും. കാരണം വേൾഡിലെ തന്നെ ഏറ്റവും നല്ലൊരു ബിസിനസ്മാനാണ് അവൻ തിരികെ വന്ന് എനിക്കൊരു ബിസിനസ്സും കിട്ടത്തില്ല. ഞാൻ തകർന്ന് തരിപ്പിടമാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കേരളത്തിൽ എനിക്ക് നല്ലൊരു ബിസിനസ്മാൻ ആവണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് CKC സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ ശിവാനി പറയണ അവനെ കൊന്നേക്കണമെന്നുള്ള ആ ആവശ്യം ഉന്നയിക്കാൻ കേട്ടോ. അത് കേട്ടോടൻ തന്നെ, നീ എന്താ ഈ പറയുന്നത്? അതെ, അവനെ കൊന്നേക്കണമെന്ന് പറയണ കേട്ടോ. അവനിനി ഈ വീട്ടിൽ വരാൻ പാടില്ല. അത് ഞാൻ ഏറ്റു, തീർച്ചയായും ഞാനത് ചെയ്തിരിക്കും എന്ന് ഇങ്ങനെ ഗൗതമിനെ കുറിച്ച് CKC ശിവാനിയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ നിധി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി തൻ്റെ പ്രാണനെ കാണുന്നില്ല. തൻ്റെ പ്രിയതമൻ എങ്ങോട്ടേക്ക് പോയി എന്നറിയില്ല. എന്നാൽ ഗൗതമാണെങ്കിലോ ഇങ്ങനെ ഒരു അവശ്യ നിലയിലായി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. രണ്ടാളൊരു ചുമരിൻ്റെ അകലത്തിലുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നിധി പൂജാരിയോട് പറയാണ്, എനിക്കൊരു പൂജ ചെയ്യണം എൻ്റെ ഗൗതമിന് വേണ്ടി. അപ്പോൾ ആ സമയം ഒരു പില്ലറിൻ്റെ സൈഡിലൂടെ ഗൗതം കടന്നു പോകുന്നുണ്ട്. പക്ഷേ നിധിയുടെ കണ്ണിൽ കണ്ടില്ല. ഗൗതമാണെങ്കിലും പരിസരബോധമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം ഇങ്ങനെ പോകുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഈ സമയം നിധിയാണെങ്കിലോ ഈശ്വരനോട് പറയണേ, എൻ്റെ ഗൗതമില്ലാതെ എനിക്ക് ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. അവൻ എൻ്റെ ജീവിതത്തിൽ വേണം. എൻ്റെ ഗൗതമിനെ എനിക്ക് തിരികെ കൊണ്ടുവരൂ. ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഗൗതമിനെ മാറ്റിത്തരണ ഭഗവാനെ എന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് വസുന്ധര തിരിച്ചെത്തുന്നു വീട്ടിൽ. എന്നാൽ പ്രണവും തിരിച്ചെത്തുന്നു. എല്ലാവരും മനസ്സുമെടുത്താണ് വീട്ടിലോട്ട് തിരികെ എത്തുന്നത്. എന്നാൽ നിധിയാണെങ്കിലും അമ്പലനടയിൽ ഇങ്ങനെ അപ്പുറമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഗൗതമിനെ. പക്ഷേ ആ അമ്പലത്തിൻ്റെ തിരിവിലൂടെ ഗൗതം അങ്ങ് കടന്നു പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ രാത്രിയായി. എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിധി മാത്രമേ എത്തിയില്ല. എല്ലാവരും വീട്ടിലെത്തി. വസുന്ധരയാണെങ്കിൽ എൻ്റെ പൊന്നുമോൻ എനിക്ക് നഷ്ടപ്പെട്ടു. അവൻ എങ്ങോട്ടാണ് പോയതെന്നറിയില്ല. എൻ്റെ മകനില്ലാതെ എനിക്ക് കഴിയത്തില്ല. ഒരുപാട് ഫോണിലോട്ട് അടിച്ചു നോക്കുന്നു, ഒരുപാട് പേരെ വിളിച്ചു നോക്കുന്നു, പക്ഷെ ആരും അറിയില്ല എന്നുള്ള വാക്ക്. എന്നാൽ ശിവാനിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഈശ്വര, എൻ്റെ കാര്യത്തെ തീരുമാനമാവോ? അപ്പോഴാണെങ്കിൽ നിധിയെയും കാണുന്നില്ല. എൻ്റെ നിധിമോൾ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് പാറു വേവലാതിപ്പെടുമ്പോൾ ഉടൻ തന്നെ നിധി കടന്നു വരുന്നു കേട്ടോ.